ജിമ്മിലൊക്കെ പോയിട്ട് നമ്മുടെ ഫേസ് നല്ല ടാൻ അടിച്ചിരിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഫേസ് നല്ല കരിവാളിപ്പാണെങ്കിൽ, നമ്മളെ ചുണ്ടിന് ചുറ്റും കണ്ണിന് ചുറ്റും ഒക്കെ ഉള്ള കറുപ്പ് മാറ്റിയെടുക്കാനായിട്ടും നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആക്കി എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകണേക്കാട്ടി മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാൻ പാക്ക് തയ്യാറാക്കാനായിട്ട് ഇവിടെ കടലപ്പൊടിയാണ് എടുക്കുന്നത്. 2 സ്പൂൺ കടലപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. കടലപ്പൊടി വളരെ നല്ലതാണ് നമ്മുടെ ഫേസിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കൂടിയാണ് കേട്ടോ. ആൻഡ് ഇതിലേക്ക് ഞാൻ രണ്ടാമത് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. നമ്മുടെ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കടയിൽ നിന്ന് കറി വയ്ക്കാനൊക്കെ മേടിക്കുന്ന എടുക്കാതിരിക്കുക. അതിൽ എന്തെങ്കിലും മിക്സിംഗ് ഒക്കെ ഉണ്ടാവും, അത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കും. ആൻഡ് അതിലേക്ക് ഞാൻ നെക്സ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് 2 സ്പൂൺ അരിപ്പൊടിയാണ്. അതായത് നമ്മുടെ പച്ചരിപ്പൊടി ഇല്ലേ, ആ ഒരു പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാനായിട്ട് 3 സ്പൂൺ തൈരാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തൈരിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്യാം, അതായത് റോസ് വാട്ടർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പാൽ ആഡ് ചെയ്യാം. എന്ത് വേണമെങ്കിലും ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഞാൻ കുറച്ചും കൂടിയും തൈര് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം പാക്ക് ഒന്ന് ലൂസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. നല്ലോണം തന്നെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റെങ്കിലും വെച്ചിട്ട് വേണ്ട നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാ ഫേസിലേക്ക് അപ്ലൈ ചെയ്യണേക്കാട്ടി മുന്നേ നമുക്കൊന്ന് ഫേസ് ക്ലെൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ക്ലെൻസ് ചെയ്യാനായിട്ട് ഞാനിവിടെ തൈരാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഫേസിന് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും തൈര് നിങ്ങൾ എടുക്കുക. എൻ്റെ ഫേസിന് ഇവിടെ എത്രയാണോ ആവശ്യമുള്ളത് അത്രയുമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. എൻ്റെ ഫേസിൽ ഞാൻ ലിപ്സ്റ്റിക് അല്ലാണ്ട് വേറെ ഒന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മുടെ ഫേസിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 5 to 10 മിനിറ്റ് എങ്കിലും നല്ല രീതിക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മസാജ് ഈ കാണുന്നത് നിങ്ങൾ സ്പീഡിലിട്ടുകൊണ്ടാണ്, പതുക്കെ വേണം മസാജ് ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ ഫേസിലുള്ള ആ ഒരു അഴുക്കൊക്കെ പുറത്തേക്ക് നല്ല രീതിക്ക് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു വെള്ള കളറിലുള്ള തൈര് കളറൊക്കെ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് വേറെ ഒന്നല്ല, അത്രയും അഴുക്കുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഞാനിപ്പോൾ പുതിയതായിട്ടൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് റിവ്യൂ പറയാനായിട്ട്. അതിൻ്റെ പേരിൽ ഇത് എനിക്കിപ്പോൾ ഒരു കുരുവും വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫേസിൽ നല്ലൊരു കുരുവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ മാറ്റും എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ക്ലെൻസ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. തുടച്ച് എടുത്താൽ പോരാ, നമുക്ക് ഫേസ് വാഷ് തന്നെ വേണം കേട്ടോ. ആൻഡ് വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഫേസിലേക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. പാക്ക് അപ്ലൈ ചെയ്യണത് നമ്മുടെ ഫേസിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങൾ ഏത് ഫേസ് പാക്ക് ഇടുവാണെങ്കിലും ആദ്യം തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷനോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ തോന്നുവാണെങ്കിൽ പിന്നെ പാക്ക് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. കാരണം അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമേ ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ എന്ത് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിലും ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് റിസൾട്ട് അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ആവും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ക്ലെൻസ് ചെയ്തിട്ട് എന്ത് പാക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി ഒരു 20 മിനിറ്റ് ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പാക്ക് ഒരുപാട് ഡ്രൈ ആവാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യില്ല കേട്ടോ. ഒരുപാട് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ എനിക്കിഷ്ടമില്ല. ഒന്ന് എന്താ പറയുക, ഒരുപാട് ഡ്രൈ ആക്കില്ല, എന്നാലും ഒരു ഏകദേശമൊക്കെ എത്തുമ്പോഴേക്കും ഞാൻ പാക്ക് റിമൂവ് ചെയ്യും. അങ്ങനെ ഞാനൊരു ക്ലീനിങ് സ്പോഞ്ച് എടുത്തിട്ട് വെള്ളം നനച്ചിട്ട് ഇതാ റിമൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. ആ ഒരു വ്യത്യാസം നല്ലൊരു ഡിഫറൻസ് ആണ്. കാരണം എൻ്റെ ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ മാറി ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. കടലപ്പൊടി നമ്മുടെ ഫേസിൽ കുരു വന്ന് പോയിട്ടുള്ള ആ ഒരു കറുത്ത പാടും അതുപോലെ തന്നെ വെയിൽ കൊണ്ടിട്ടും അല്ലാണ്ടുള്ള കരിവാളിപ്പൊക്കെ മാറ്റാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കടലപ്പൊടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു മഞ്ഞൾപ്പൊടി നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആക്കാനൊക്കെ ആയിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇതാ ഫേസ് വാഷ് ചെയ്തതിന് ശേഷമുള്ളതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് അടിപൊളി റിസൾട്ടാണ് ഈ ഒരു പാക്ക് തരുന്നത്. ഞാനിത് വീക്ക്ലി 2 ടൈംസ് എങ്കിലും യൂസ് ചെയ്യുന്നതാണ്. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഒരു കടലപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള എന്ത് പാക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മുടെ ഫേസിന് നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു കണ്ടൻ്റായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.